സീരിയലുകളിൽ ഇപ്പൊ കണ്ടുവരുന്ന മാറ്റം എന്താണ്? മാറ്റങ്ങൾ എന്തൊക്കെയാ നോക്കി കാണുമ്പോൾ? പഴയത് വെച്ച് നോക്കുമ്പോൾ കഥയിൽ കുറേ മാറ്റങ്ങളുണ്ട്. പണ്ട് കുറച്ചും കൂടെ ലോജിക്കലായിട്ടുള്ള കുറച്ചും കൂടെ സീരിയസ് സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. ഒരു കഥ ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഇപ്പോൾ പിന്നെ കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിലാണല്ലോ സീരിയലിനെ കാണുന്നത് ഇപ്പോൾ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ കഥ കൊണ്ടുപോകുന്നത്. നമ്മളും ആ ഫ്ലോവിൻ്റെ കൂടെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സീരിയൽസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്നത് നിങ്ങളുടെ കോസ്റ്റ്യൂംസിന്റെ കാര്യമാണ്. ഈ കോസ്റ്റ്യൂം ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയല്ല. കാരണം ഇങ്ങനെ എൻ്റെ അടുത്ത് തസ്നീഖാൻ പറയുന്നുണ്ടായിരുന്നു, ഇതേപോലെ കിട്ടുന്ന പൈസയുടെ പകുതിയും കോസ്റ്റ്യൂം. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ പാവപ്പെട്ട വീട്ടിലെ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് എനിക്ക് കൂടുതലും കിട്ടിയത്. പിന്നെ ഞാൻ കൂടുതലും കുറച്ച് റിയലിസ്റ്റിക് ആവാൻ നോക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് എനിക്ക് ഈ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും എന്താ എക്സ്പെൻസ് വരാറില്ല. സത്യം പറഞ്ഞാൽ അപ്പോൾ ഒരു റോള് കിട്ടുമ്പോഴത്തേക്ക് ദൈവമേ വലിയ വീട്ടിലൊന്നും ഒരു സാധാരണ വീട്ടിലെ വലിയ ടാസ്ക്കാണ്. ഇപ്പോൾ ഞാൻ 4 സീരിയൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 സീരിയലും നമുക്ക് തന്നെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് 4 സീരിയലിനും 4 പെട്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഓരോന്നിനും ഓരോ ടൈപ്പ് കോസ്റ്റ്യൂംസ് അങ്ങനെ മാറ്റി. ഒന്നിൽ ഉപയോഗിച്ചത് അടുത്തതിൽ ഉപയോഗിക്കാറുണ്ടോ? കഴിയുന്നതും ആൾക്കാർ തിരിച്ചറിയാത്ത രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. ഈ സീരിയൽസിനാണെങ്കിലും എന്തെങ്കിലും സ്റ്റീരിയോ ടൈപ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യണം എന്ന് ചേച്ചിക്ക് ആഗ്രഹമുള്ള എന്താ? ഒരു കുടുംബത്തിൽ തന്നെ ഒരു വില്ലത്തി. അതെ, അങ്ങനെയുള്ള സംഭവങ്ങൾ മാറ്റിയിട്ട് പഴയ രീതിയിലുള്ള ഒരു നോവൽ അങ്ങനെ ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട്സ് വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ ജോയ്സി സാറിൻ്റെ ഒക്കെ നോവൽസ് ഇപ്പോൾ വരുന്നുണ്ട്. അത് ഭയങ്കര അപ്രീഷിയബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള സ്റ്റോറീസും ഒക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട്. അതെ. ചേച്ചി എങ്ങനെയാ പൊതുവെ സൊസൈറ്റിയെ പേടിക്കുന്ന കൂട്ടത്തിലാണോ? ഒരു പരിധി വരെ. അതെ. തുടക്കത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ച ആ സമയത്തൊക്കെ ഞാൻ സീരിയലിൽ ആക്ട് ചെയ്യായിരുന്നു. അപ്പോഴൊക്കെ ഒരു ഭയങ്കര പേടിയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് മോളും ചെറുതായിരുന്നു. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ മനസ്സിലായി നമ്മൾ സൊസൈറ്റിയെ പേടിച്ച് അങ്ങനെ ഒതുങ്ങിക്കൂടിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ നമ്മുടെ വർക്കും കാര്യങ്ങളും നമ്മുടെ രീതിയിൽ പോയാലേ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചേച്ചി ഒരു സിംഗിൾ പേരൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഒരുപാട് ജഡ്ജ്മെൻറ്റുകൾ ഉണ്ടാവും. അതിൽ പ്രത്യേകിച്ച് വിഡോ ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇഷ്ടം പോലെ ആളുകൾ പല രീതിയിലുള്ള ജഡ്ജ്മെൻറ്റ്സ് ആയിരിക്കും. ജീവിക്കാനായിട്ട് ഒരുപാട് പാടാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലൈഫ് ഈസി ആയിരുന്നോ? ഒട്ടും ഈസി ആയിരുന്നില്ല. അത് എന്താ കുറേയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. എന്താ ഒരുപാട് മാറിയിരുന്ന് കരഞ്ഞ അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ കേട്ടാൽ മൈൻഡ് ചെയ്യാതിരിക്കും. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ. അതിന് ചേഞ്ചസ് ഇല്ല. കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ സൊസൈറ്റി മുഴുവനായിട്ടൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതിനിപ്പോൾ പഠിപ്പുള്ള ആൾക്കാർ, പഠിപ്പും വിവരമുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ പഴയ രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് സൊസൈറ്റിയിൽ. ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബാഡായിട്ടുള്ള അനുഭവം കൂടുതൽ ഉണ്ടായിട്ടുള്ളത് വളരെ അടുത്ത് നിന്നവരിൽ നിന്നാണോ അതോ അറിയാത്ത ആളുകളിൽ നിന്നാണോ? അടുത്ത് നിന്നവരിൽ നിന്നാണ്. അതെ അതെ. കാരണം എനിക്ക് പ്രേക്ഷകർ കൂടുതലും എന്നെ ദേവിയുടെ റോൾസോ അല്ലെങ്കിൽ പാവം പിടിച്ച അങ്ങനത്തെ ക്യാരക്ടേഴ്സാണല്ലോ കൂടുതൽ കണ്ടിട്ടുള്ളത്. ആൾക്കാർക്ക് എന്നോട് ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ അത് കിട്ടാറുണ്ട്. അവരുടെ അടുത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. കൂടുതലും നമ്മളെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാരാണ് അങ്ങനെ ദ്രോഹിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഒക്കെ എങ്ങനെയാ ഒരു ഡിസ്റ്റൻസ് ഇടാറുണ്ടോ ചേച്ചി? വളരെ സെലക്റ്റീവായി വളരെ ഫിൽട്ടർ ചെയ്ത ആൾക്കാർ ഇടപെടാറുള്ളൂ.
നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ അടുപ്പം വെക്കാൻ തോന്നാറില്ല. നമ്മൾ കുറേ ആലോചിച്ച് എങ്ങനെയാണെന്നൊക്കെ ഒരാളെ സ്റ്റഡി ചെയ്തിട്ടൊക്കെയാണ് അങ്ങനെ വളരെ ഫിൽട്ടർ ചെയ്ത് അങ്ങനെ ചെയ്യാറ്. ഒരു സിംഗിൾ പേരന്റ് എന്ന രീതിയിൽ മോളെ അത്രയും പഠിപ്പിച്ച് ഇപ്പോൾ ദേ നെക്സ്റ്റ് ഒരു മൈൽ സ്റ്റോണിൽ എത്തി നിൽക്കുകയാണ്. എന്താണ് ചേച്ചി തന്നെ പറഞ്ഞോളൂ. അത് എനിക്ക് പണ്ട് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഒരു എന്താ ഫാമിലിയുടെ ഇതുകൊണ്ടും ഫിനാൻഷ്യൽ കൺസേൺസ് കൊണ്ടും ഒക്കെ എനിക്ക് അതിന് പറ്റിയില്ല. പിന്നെ ഡൈവേർട്ട് ചെയ്ത് പഠിത്തവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അഭിനയം ഒക്കെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ മോള് വളർന്നു വന്നപ്പോൾ അറിയാതെ തന്നെ അവൾക്കും ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ ആഗ്രഹങ്ങളൊക്കെ മാറി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ അവൾ അതിൽ വളരെ സ്റ്റേണായിരുന്നു. അപ്പോൾ അവൾക്ക് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അപ്പം നമുക്ക് പറ്റാതിരുന്നുകൊണ്ടുള്ള വിഷമം നമുക്കത് മനസ്സിലാവുമല്ലോ. ഞാൻ എല്ലാ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ചേച്ചിയുടെ എപ്പോഴും ഒരു ബാക്ക് ബോൺ മോളാണെന്ന് പറയാൻ പറ്റുമോ? അതെ, എല്ലാ കാര്യത്തിലും വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് വളരെ സപ്പോർട്ടീവായിട്ടും കൂടെ നിൽക്കുന്നത് അവൾ തന്നെയാണ്. ചേച്ചി ഒരു സീരിയലിലാണെങ്കിലും അല്ലെങ്കിൽ സിനിമയിലാണെങ്കിലും ഈ ഒരു മീഡിയ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് നോർമൽ സൊസൈറ്റി വെറുതെ മിസ്കൺസെപ്ഷൻസ് കാണുമല്ലോ അവർക്ക്. പക്ഷെ കൂടുതലും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന എന്നാൽ അങ്ങനെ അല്ലാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചേച്ചി എന്ത് പറയും? കൂടുതലും ആൾക്കാർക്കൊരു തോന്നലുണ്ട് ഇതിലൊക്കെ ചാൻസ് കിട്ടണമെങ്കിൽ പല അഡ്ജസ്റ്റ്മെൻറ്റ്സിനും തയ്യാറാവണം എന്നൊക്കെയുള്ളൊരു ഒരു ധാരണയുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പം നമ്മൾ എങ്ങനെ നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതുപോലെ തന്നെ നിൽക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം എങ്ങനെ ഏത് രീതിയിൽ പോകണം എന്നുള്ളത്. അത് നമ്മുടെ സെലക്ഷനാണ്. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഈ പണ്ടൊക്കെ ആണെങ്കിലും അപ്പോൾ മോള് പഠിക്കുന്ന സമയത്തായാലും ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്, സീരിയൽസ് ചെയ്യുന്നുണ്ട്, സിനിമാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ മോളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്ത് പൊക്കോണ്ടിരുന്നത്? അത് എൻ്റെ പേരൻസ് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കാര്യങ്ങളെല്ലാം അങ്ങനെ കൊണ്ടുപോയി. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു പറയാൻ അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. പിന്നെ അതിൻ്റെ ഈ ജോലിയുടെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തായിരുന്നു അഭിനയിച്ചിരുന്നത്. അങ്ങനെ എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി. ദൈവവിശ്വാസിയാണോ? ദൈവവിശ്വാസിയാണ്. ആ ഒരു പവറിൽ വിശ്വസിക്കുന്നു, ഒരു സുപ്രീം പവറിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന ദൈവം അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ എന്നും അമ്പലത്തിൽ പോകുന്ന അങ്ങനെയൊന്നുമല്ല, ബട്ട് ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്. അതെപ്പോഴും എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ ആ ഒരു സുപ്രീം പവർ ഉണ്ട് എന്ന് വിചാരിച്ച് അത് അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. ആ പോസിറ്റീവ് എനർജി നമുക്ക് ഗുണം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസസ് ഉണ്ടായിരിക്കും. ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി സാക്രിഫൈസ് ചെയ്തത് എന്തൊക്കെയാണ്? സാക്രിഫൈസ് എൻ്റെ കുറേ ഡ്രീംസ് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷ്യം ഇല്ലാതെ ഉള്ളൊരു പോക്കായിരുന്നു. എങ്ങനെയാണോ ലൈഫ് പോകുന്നത് അതിനനുസരിച്ച് പോവുക എന്നുള്ളതായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അല്ല പോകുന്നത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ അതിനെ ആ ഒരു പോകുന്ന ഫ്ലോയിൽ അങ്ങനെ കൂടെ പോവുമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.